ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദീർഘമായ ചരിത്രത്തിനോടൊപ്പം ആഴമേറിയ അർത്ഥങ്ങളും നിറഞ്ഞതാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഒരു പുരാതന വർണ്ണചിത്രമാണ്. ഇംഗ്ലീഷിൽ അതിനെ ഐക്കൺ എന്ന് വിളിക്കും. ഒരു ഐക്കൺ വരയ്ക്കപ്പെട്ട സുവിശേഷമാണ്. തടിയിലാണ് സാധാരണയായി ഒരു ഐക്കൺ വരയ്ക്കുന്നത്. ഇത് വരയ്ക്കുന്ന കലാകാരൻ മാസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ വിശ്വാസമാണ് ചിത്രങ്ങളുടെയും നിറങ്ങളുടെയും രൂപത്തിൽ വരയ്ക്കുന്നത്. ഐക്കന്റെ ഭംഗിക്കല്ല, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആഴമേറിയ അർത്ഥത്തിനാണ് പ്രാധാന്യം. ബൈസന്റൈൻ കലയിൽ വരയ്ക്കപ്പെട്ട ഒരു ഐക്കണാണ് നിത്യസഹായ മാതാവിന്റെ ചിത്രം. ബൈസന്റൈൻ കലയെ ഒരു വാതിലിനോടാണ് ഉപമിക്കുക. വാതിലിന്റെ പ്രധാന ലക്ഷ്യം അതിലൂടെ പ്രവേശിക്കുക എന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ സ്വർഗീയ വാതിലായി ഈ ഐക്കൺ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ഐക്കണിൽ മാതാവ്, ഉണ്ണീശോ, മിഖായേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ എന്നിവരെ നമുക്ക് കാണാൻ സാധിക്കും. മാതാവിന്റെ ഇരുവശങ്ങളിലുമായി കാണുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ ദൈവത്തിന്റെ അമ്മയെയും, മാലാഖമാരുടെ മുകളിലായി കാണുന്ന അക്ഷരങ്ങൾ മാലാഖമാരെയും, ഉണ്ണീശോയുടെ വശത്തായി കാണുന്നവ യേശുക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നു. മാനവരാശിക്ക് രക്ഷ പകർന്ന ഉപകരണങ്ങളായ കുരിശിൽ കിടന്ന യേശുവിന്റെ പാർശ്വം പിളർന്ന കുന്തവും, ദാഹിച്ചപ്പോൾ യേശുവിന് വിനാഗിരി നൽകിയ പഞ്ഞിയും പിടിച്ചു നിൽക്കുന്ന മുഖ്യദൂതനായ മിഖായേൽ മാലാഖയാണ് നാം മാതാവിന്റെ വലതുവശത്ത് കാണുന്നത്. മാതാവിന്റെ ഇടതുവശത്ത് കാണുന്നത് യേശുവിന്റെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്ന കുരിശും കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ആണികളും വഹിച്ചു നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയെയാണ്. സ്വർണ്ണ പശ്ചാത്തലം സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാതാവിന്റെ ശിരസിൽ കാണുന്ന നക്ഷത്രം അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യഥാർത്ഥ പ്രകാശമായ യേശുവിന് നൽകിയ മാതാവിനെയും, മാതാവിന്റെ വളരെ ചെറിയ വായ് ധ്യാനാത്മികതയെയും സൂചിപ്പിക്കുന്നു. യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ കന്യകമാർ ധരിച്ചിരുന്ന കടും ചുവപ്പ് വസ്ത്രമാണ് മാതാവ് ധരിച്ചിരിക്കുന്നത്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അടയാളമാണ് ചുവപ്പ് നിറം. മാതാവിന്റെ പുറം കുപ്പായം കടും നീല നിറമാണ്. നീല നിറം പാലസ്തീനയിലെ അമ്മമാർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമായിരുന്നു. ഉണ്ണീശോ ഉള്ളിൽ ധരിച്ചിരിക്കുന്നത് പച്ച നിറത്തിലുള്ള വസ്ത്രമാണ്. കൂടാതെ ഒരു ചുമപ്പ് അരക്കെട്ടും തവിട്ട് നിറത്തിലുള്ള പുറംകുപ്പായവും ധരിച്ചിരിക്കുന്നു. തവിട്ട് നിറം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ടുള്ള യേശുവിന്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് കച്ച സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അടയാളമാണ്. പച്ച വസ്ത്രം ദൈവത്തിൽ നിന്ന് വരുന്ന പുതുജീവന്റെ അടയാളമാണ്. ഉണ്ണീശോയുടെ കാലിൽ നിന്ന് വീഴുന്ന ചെരുപ്പ് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ മനുഷ്യ പ്രകൃതിയെയാണ്. മനുഷ്യകുലത്തിന് വേണ്ടി പീഡകളേറ്റ ക്രൂശിതന്റെ അമ്മയായ മാതാവിന്റെ മുഖം ദുഃഖപൂരിതമായിട്ടാണ് ഈ ഐക്കണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മാതാവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് തന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന നാം ഓരോരുത്തരിലുമാണ്. ഏത് പ്രതിസന്ധിയിലും മാതാവിന്റെ സംരക്ഷണത്തിലാണ് നാം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇടതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഉണ്ണീശോയുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് സ്വർണ്ണ പശ്ചാത്തലത്തിലേക്കാണ്. ഇത് ഉണ്ണീശോയ്ക്ക് രക്ഷാകര ദൗത്യമേൽപ്പിച്ച തന്റെ പിതാവുമായുള്ള ഗാഢബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാതാവിന്റെ ഇടതുകരത്തിലിരിക്കുന്ന ഉണ്ണീശോ സുരക്ഷിതനായിരിക്കുന്നത് പോലെ തന്നെ ആശ്രയിക്കുന്ന എല്ലാവരെയും മാതാവ് കാത്തുപരിപാലിക്കും. മാതാവിനോട് ചേർന്നിരിക്കുന്ന ഉണ്ണീശോയുടെ കരങ്ങൾ മാതാവിന്റെ വലത് കരത്തിലാണ്. യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ മാതാവിനുള്ള പങ്കാളിത്തമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അത്ഭുത ചിത്രത്തിന്റെ പ്രധാന സന്ദേശം പിതാവിൽ നിന്നും രക്ഷാകര ദൗത്യം സ്വീകരിച്ച യേശു മനുഷ്യാവതാരത്തിലൂടെ ഈ ലോകത്തിലേക്ക് വരികയും കുരിശുമരണത്തിലൂടെ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോരുത്തർക്കും രക്ഷകനായ ക്രിസ്തുവിനെ പിതാവിലേക്കുള്ള വഴിയായിട്ട് കാണിച്ചു കൊടുക്കുന്നു.
ചിത്രത്തിന്റെ മധ്യഭാഗത്തായി മാതാവിന്റെ വലത് കരത്തിൽ ഉണ്ണീശോ തന്റെ കരങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ മാതാവ് തിരിച്ച് ഉണ്ണീശോയുടെ കരങ്ങൾ മുറുകെ പിടിക്കുകയല്ല, മറിച്ച് തൻ്റെ മുൻപിൽ വരുന്ന ഭക്തരോട് ഉണ്ണീശോയിലേക്ക് തിരിയുവിൻ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അനേകം വിശ്വാസികൾ കാലാകാലങ്ങളായി ഈ സന്ദേശം ഈ അത്ഭുത ചിത്രത്തിലൂടെ അനുഭവിക്കുന്നു. നിത്യവും നമ്മെ സഹായിക്കുന്ന നിത്യസഹായ മാതാവിന്റെ അത്ഭുത ചിത്രത്തിന്റെ ചാരെ ഇനി നാം അണയുമ്പോൾ ഈ ചിത്രങ്ങളും അർത്ഥങ്ങളും നമ്മെ സ്വർഗീയ അനുഭൂതിയിലേക്ക് നയിക്കട്ടെ.